ഹമാസ് ഒരു തീവ്രവാദ സംഘടനയല്ലെന്ന് പ്രസ്താവിച്ച് യു.എൻ. റിലീഫ് മേധാവി. യു.എൻ. അണ്ടർ സെക്രട്ടറി ജനറൽ ഫോർ ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് ആൻഡ് എമർജൻസി റിലീഫ് കോർഡിനേറ്റർ മാർട്ടിൻ ഗ്രിഫിത്സാണ് ബുധനാഴ്ച പുറത്തുവന്ന സ്കൈ ന്യൂസിന്റെ അഭിമുഖത്തിൽ ഹമാസ് തീവ്രവാദ ഗ്രൂപ്പല്ലെന്ന് പ്രതികരിച്ചത്. ഞങ്ങൾ വ്യത്യസ്ത തീവ്രവാദ വിമത ഗ്രൂപ്പുകളുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഹമാസ് ഒരു ഭീകര സംഘടനയല്ല, അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, മാർട്ടിൻ ഗ്രിഫിത്സ് പറഞ്ഞു. ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്നും ഗസ ഭരണം തീവ്രവാദ സംഘത്തിന് നൽകില്ലെന്നുമുള്ള ഇസ്രായേലിന്റെ പ്രഖ്യാപനം യാഥാർത്ഥ്യമാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടായിരുന്നു ഗ്രിഫിത്സിന്റെ മറുപടി. ഹമാസ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ യുദ്ധത്തിലൂടെ ഒരു പ്രസ്ഥാനത്തെ പുറത്താക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ കരുതുന്നു, ഗ്രിഫിത്സ് കൂട്ടിച്ചേർത്തു. എന്നാൽ ഹമാസിനെക്കുറിച്ചുള്ള ഗ്രിഫിത്സിന്റെ അഭിപ്രായം പുറത്തുവന്നതോടെ ഇതിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഇസ്രായേലിൽ ഉടനീളമുണ്ടായത്. മാർട്ടിൻ ഗ്രിഫിത്സിനെക്കുറിച്ച് താൻ ലജ്ജിക്കുന്നു എന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് തന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ പ്രതികരിച്ചത്. മാത്രമല്ല, ഐക്യരാഷ്ട്രസഭ ഓരോ ദിവസവും തരം താഴുകയാണ്. യഹൂദ രക്തം വില കുറഞ്ഞതല്ല. അതിനാൽ ഹമാസിനെ തങ്ങൾ ഇല്ലാതാകുമെന്നും അദ്ദേഹം പ്രതിജ്ഞയെടുത്തു. യു.എന്നിലെ ഇസ്രായേൽ അംബാസിഡർ ഗിലാഡ് എർദാനും ഗ്രിഫിത്സിനെ അപലപിച്ച് രംഗത്തു വന്നിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ മാനുഷിക കാര്യങ്ങളുടെ ഏകോപന കാര്യാലയത്തെ ഹമാസിനെ പ്രോത്സാഹിപ്പിക്കുകയും ഇരകളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സംഘടന എന്നാണ് ഗിലാഡ് വിശേഷിപ്പിച്ചത്. യു.എന്നിന്റെ ഹമാസ് അനുകൂല നിലപാട് ഒടുവിൽ പുറത്തുവന്നിരിക്കുന്നു. നൂറുകണക്കിന് സാധാരണക്കാരെ ക്രൂരമായി കൊലപ്പെടുത്തിയത് ഭീകരതയല്ലേ? സ്ത്രീകളെ ആസൂത്രിതമായി ആക്രമിക്കുന്നത് ഭീകരതയല്ലേ? യഹൂദ വംശഹത്യയ്ക്ക് ശ്രമിക്കുന്നത് ഭീകരതയല്ലേ? എർദാൻ എക്സിൽ എഴുതി. അതേസമയം വിമർശനങ്ങൾ ശക്തമായതോടെ മാർട്ടിൻ ഗ്രിഫിത്സ് തന്നെ പ്രതിഷേധങ്ങൾക്ക് മറുപടിയുമായി രംഗത്തെത്തി. ഇപ്രകാരമാണ് അദ്ദേഹം തന്റെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ തീവ്രവാദ സംഘടനകളായി നിശ്ചയിച്ചിട്ടുള്ള ഗ്രൂപ്പുകളുടെ പട്ടികയിൽ ഹമാസ് ഇല്ല. എന്നിരുന്നാലും ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഇതുകൊണ്ട് ഒക്ടോബർ 7 അവർ നടത്തിയ ഭീകരപ്രവർത്തനത്തിന്റെ ഭയാനകതയെ ഒട്ടും കുറച്ചു കാണിക്കുന്നില്ല.